ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് 4 to 6 ഇയർ കിഡ്സിൻ്റെ ജിൽബാബിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു പേപ്പറിൽ വരച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും എത്രത്തോളം ലെങ്ത്തും വിഡ്ത്തും കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു പിക്ചറിലൂടെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അമേരിക്കൻ ക്രേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ക്രേപ്പ് മെറ്റീരിയൽ ഏകദേശം ഒരു 42 ഇഞ്ചോളം വിട്ട് വരുന്നുണ്ടാവും. നമുക്ക് അത്രയും വിട്ടിലൊന്നും കിഡ്സിൻ്റെ സൈസിൽ നമ്മൾ ഫുള്ളായിട്ട് ആ വിട്ടെടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരുടെ ചെറിയ സൈസിലാണ് നമ്മൾ മാക്സിമം ഫുൾ വിട്ടെടുത്ത് സ്റ്റിച്ച് ചെയ്യുക. കിഡ്സ് ഒരു 40 ഇയേഴ്സ് വരെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ വിട്ട് കുറച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 42 ഇഞ്ച് എന്നുള്ളതിൻ്റെ വീതി നമ്മൾ കുറച്ചിട്ട് ഒരു 25-24 ഇഞ്ചാക്കും. അത് 4 to 6 ഇയേഴ്സ് കിഡ്സിനാട്ടോ നമ്മൾ പറയുന്നത്. അതിന് മുകളിലുള്ള കിഡ്സിൻ്റെ ഇതിലും കൂട്ടി നമ്മൾ വിട്ടെടുക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചും വിട്ട് എന്ന് പറയുന്നത് 24 അല്ലെങ്കിൽ 25 വരെ നമുക്ക് വിട്ടെടുക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബാക്ക് പീസിൻ്റെ ലെങ്ത്തും വിട്ടുമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 10 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് പീസിന് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. അതായത് മുഖമക്കനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ 10 ഇഞ്ച് ആഡ് ചെയ്തിട്ടായിരിക്കും എടുക്കുക. അതായത് 52 ഇഞ്ച് ലെങ്ത്ത് ആയിരിക്കും നമ്മൾ ബാക്ക് പീസിന് കൊടുക്കുക. ഫ്രണ്ട് പീസിന് 42 ഇഞ്ചും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് ഈ കാണുന്നത് നമ്മളുടെ ഒരു മെറ്റീരിയൽ ആണെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 42 ഇഞ്ചാണെന്ന് വിചാരിക്കാം കേട്ടോ. 42 ഇഞ്ചാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ വീതിയെങ്കിൽ നമ്മളിത് ടേപ്പ് വെച്ച് ആദ്യം ഒന്ന് അളക്കാം. 25 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് 4 ആക്കി മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വീതി കട്ട് ചെയ്ത് കൊടുക്കുക. 4 ആക്കി മടക്കിയിട്ട് വീതി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇരുന്ന് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 4 ആക്കി മടക്കി നല്ലപോലെ സിമ്പിളായിട്ട് അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇച്ചിരി ലെങ്തി ആയിട്ടും ഇച്ചിരി ബോറടിക്കുന്നതെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഒരു ബിഗിനേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആകുന്ന രീതിയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതിലുപരി നമ്മൾ മെറ്റീരിയലിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വിഡ്ത്ത് കുറയ്ക്കുന്നത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നല്ലപോലെ മനസ്സിലാകും. അപ്പോൾ ദേ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പറിൽ. അപ്പോൾ ബാക്ക് പീസിനായിരിക്കും എപ്പോഴും ലെങ്ത്ത് കൂടുതൽ, ഫ്രണ്ട് പീസിനായിരിക്കും ലെങ്ത്ത് കുറവ്. ബാക്ക് പീസിനേക്കാളും 10 ഇഞ്ച് കുറവായിരിക്കും ഫ്രണ്ട് പീസിന് കേട്ടോ. കാരണം എന്താണ്, നമ്മളുടെ മുഖമക്കനയ്ക്കുള്ള പീസ് നമ്മൾ കൊടുക്കുന്നത് ബാക്ക് പീസിലായിരിക്കും. ജസ്റ്റ് നമ്മൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്യുന്നതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ മെറ്റീരിയൽ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. വീതിക്കിൽ നിന്നാട്ടോ ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതേ ടേപ്പ് എടുത്തിട്ട് 25 അല്ലെങ്കിൽ 24 നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ട് മാക്സിമം 25 എടുത്താൽ മതിയാകും. ഇത്തിരി കൂടി സൈസുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ 26 27 എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ 24 ഇഞ്ച് വിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ചായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ വീതിയൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് 3 മീറ്ററാണ് കേട്ടോ. പിന്നെ 3 മീറ്ററിൽ നമ്മൾ വീതി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ലീവ് അടിക്കാനും ബാഗ് അടിക്കാനുള്ളതൊക്കെ ആ ഒരു മീറ്ററിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. ഇനി ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ട് ബാലൻസ് ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത മെറ്റീരിയലോ അല്ലെങ്കിൽ നമുക്ക് താഴെ നിന്ന് വെട്ടി കഴിയുമ്പോൾ തന്നെ ബാലൻസ് മെറ്റീരിയൽ കിട്ടും. ആ മെറ്റീരിയൽ ഇതുപോലെ 4 ആക്കി മടക്കിയിട്ട് 8 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ കൈയുടെ ഇറക്കം ഞാനൊരു 12 ഇഞ്ചും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 13 ഇഞ്ച് വരെയും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ
താഴ്ഭാഗത്ത്, അതായത് നമ്മളുടെ ആം ഹോളിൻ്റെ അവിടെ 8 ഇഞ്ചും അതുപോലെ തന്നെ നമ്മളുടെ സ്ലീവിൻ്റെ ഹാൻഡിൻ്റെ റൗണ്ടിലെ അവിടെയും 8 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അത് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ നമ്മളുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ നമ്മളുടെ ബാക്ക് പീസിൽ മുകളിലത്തെ വശത്ത് അതെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് ഞാൻ ഇതുപോലെ അരയിഞ്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുഖമക്കനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വീതിക്ക് തന്നെ രണ്ടാക്കി മടക്കാം. അതായത് ഇനി നമ്മൾ മുഖമക്കനെയാണ് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മുഖമക്കനയ്ക്ക് നമ്മളുടെ മുഖത്തിൻ്റെ ആ റൗണ്ടിലെ ആ ഒരു റൗണ്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നല്ല കവിളൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു 9 വരെയൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം കവിളുള്ള കുട്ടിയുടെയൊക്കെ നമുക്ക് 8 വരെ എടുക്കാം കേട്ടോ. നമ്മുടെ ആ മുഖമക്കനയുടെ ആ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ഞാനപ്പോൾ 8 ഇഞ്ച് എടുത്തിട്ട് അത്രയും സ്പേസ് വിട്ടിട്ട് ബാക്കി ഞാൻ നമ്മുടെ ആ കഴുത്തിൻ്റെ അവിടെ വരുന്ന ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ 3-4 പ്രാവശ്യം ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ബാക്കി ഓപ്പൺ ആയിരിക്കുന്ന പോർഷൻ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ ആ മുഖമക്കനയുടെ ആ ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗം ലോക്ക് ചെയ്ത് കൊടുത്തതിന് അവിടെ നിന്ന് താഴേക്ക് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ മുഖമക്കനയുടെ ആ ഒരു രൂപം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇനി ബാക്കി സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മുഖമക്കന ഇങ്ങനെ ആയി കിട്ടിയില്ലേ. ഇനി നമ്മൾ ഇത് ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വീതിക്ക് മടക്കുക. വീതിക്ക് മടക്കിയിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ച് ഒരു നോച്ചിട്ട് വെച്ച് കൊടുക്കുക. കാരണം നമ്മളിനി ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ വരാനായിട്ടാണ് ഞാൻ നോച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ നോച്ചിട്ട ഭാഗവും മുഖമക്കനയുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടറ്റത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ലോക്ക് ചെയ്യുന്നില്ല, എൻ്റെ അടുത്ത് ലോക്കിംഗ് മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നോട് ഒത്തിരി അധികം പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജിൽബാബ് ചെയ്ത് കൊടുക്കുമ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. എൻ്റെ അടുത്ത് ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. ലോക്ക് ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ടറ്റത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നേരെ തിരിച്ച് നല്ല വശമാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതിച്ചടിച്ചെടുക്കുക. അതായത് മുകളിൽ കൂടെ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതായത് തയ്യൽ തുമ്പ് മുകളിലേക്ക്, ഈ ഒരു തയ്യൽ തുമ്പ് മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ആ തയ്യൽ തുമ്പ് ഇരിക്കുന്ന കട്ടി കൂടിയ ഭാഗത്ത് കൂടെ നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. നിങ്ങൾ ലേസ് ഒന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പതിച്ചടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പതിച്ചടിക്കുന്നതിൻ്റെ ആ പോർഷനിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലേസ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പതിച്ചടിക്കലും ലേസ് വെക്കലും ഒരേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇരിക്കുക. മുകളിലേക്ക് ഇരിക്കുന്ന തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മളുടെ ജിൽബാബിൽ ലേസ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് വെച്ച് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ മടക്കി അടിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു സ്ലീവിലും ലേസ് വർക്ക് കൊടുക്കുന്നത് കൊണ്ട് മടക്കി അടിച്ചതിന് ശേഷമാണ് ഞാൻ ആ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് വേണം കേട്ടോ താഴ്ഭാഗത്ത് മടക്കി അടിക്കാൻ. ഞാൻ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചത്. നിങ്ങൾ 1/2 ഇഞ്ചിൻ്റെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1 ഇഞ്ചെങ്കിലും വെച്ചൊന്ന് മടക്കി അടിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ലേസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മടക്കി അടിച്ച താഴ്ഭാഗത്ത് കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4.5 ഇഞ്ചാട്ടോ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക് എടുത്തത്, അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലും നല്ലപോലെ ഒന്ന് ലോക്ക് ചെയ്ത് ഇങ്ങനെ നല്ലപോലെ 3-4 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജിൽബാബിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യലാണ്. അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ നോർമൽ ഡ്രസ്സിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ ആം ഹോളൊക്കെ നോക്കി വളരെ
പാടുപെട്ടൊന്നും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ട, സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവ് ഇതുപോലെ മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തിട്ട് നമ്മളുടെ ആ ലേസ് വർക്ക് തുടങ്ങുന്ന ആ ഒരു പോർഷനും നോച്ചും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ജിൽബാബിന് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ ഒന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ നോച്ചിട്ട ഭാഗവും ആ ലേസ് വർക്കിൻ്റെ ആ ഒരു ഇതും സെൻറ്ററാക്കി കണ്ടിട്ട് ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഈ നൂലൊക്കെ പൊന്തിരിക്കുന്നതൊക്കെ നമ്മൾ അപ്പം കട്ട് ചെയ്ത് പോകണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് നമ്മളത് മറന്നു പോകും. അത് നമ്മളുടെ ജിൽബാബിൻ്റെ ഒരു ഫിനിഷിങ് കുറവിന് കാരണമാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ സ്ലീവും എല്ലാവരും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചീത്തവശത്തേക്ക് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റ് ഡ്രസ്സുകളെ സംബന്ധിച്ചിടത്തോളം ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം താഴ്ഭാഗത്ത് കൂടെ മടക്കി അടിച്ചിട്ടുണ്ട്. താഴ്ഭാഗം മടക്കി അടിക്കുന്നതിന് മുമ്പ് രണ്ട് സൈഡും ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ ലെങ്ത് ആണോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ മടക്കി അടിക്കാൻ. ഒരേ ലെങ്ത് അല്ല, കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ താഴ്ഭാഗത്ത് മടക്കി അടിക്കാനായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ പോവാണ്. സ്ട്രാപ്പ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ മുഖമക്കനയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു 5 ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 4.5 എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഒരു 24 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളത് ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ടേക്കാണ്. ഞാനൊരു 8 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക്കാണ് അതിൽ ആഡാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മളുടെ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും പറഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഫ്രീ സൈസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈസ് ചാർട്ട് അടങ്ങുന്ന ഒരു വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ജിൽബാബിൻ്റെ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയി ചെക്കൗട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.